സ്വെറ്റർ ഇട വെച്ചിട്ട് പോയി റെഡി ആവാൻ നോക്ക്. നിനക്കിന്ന് ഓഫീസിൽ പോണ്ടേ? ഇന്ന് മീറ്റിംഗ് ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. എൻ്റെ അമ്മേ, ഇന്ന് ഞാൻ ഓഫീസിലോട്ടൊന്നും പോകുന്നില്ല. എനിക്കെന്തോ ഒരു മൂഡില്ല. ഇന്ന് ഞാൻ ലീവാ. അതെന്താ നിന്റെ മൂഡ് ആരെ കൊണ്ടുപോയേ? വെറുതെ ഓരോ കാരണം പറഞ്ഞ് നിൽക്കാതെ പോയി റെഡി ആവാൻ നോക്ക് ചക്ക. നിന്നെ ഓഫീസിൽ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടാവും. അമ്മേ, ഞാനപ്പോ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? എന്തിനാ രാവിലെ തന്നെ പോയി അവൻ്റെ ആ തിരുമോന്ത കണ്ട് ഇല്ല മൂഡ് മൊത്തം പോകും മനുഷ്യന്റെ. അവനെ കാണുമ്പോ തന്നെ കൊല കയറി വരും എനിക്ക്. ഇപ്പൊ അങ്ങനെയൊക്കെയായോ? ആദ്യം അവന്റെ മുഖം കാണാതെ ഉറക്കം വരാത്ത ചെക്കനായിരുന്നല്ലോ. ഇപ്പൊ അവന്റെ മുഖം കണ്ടാലാണോ നിനക്ക് ഉറക്കം പോകുന്നേ? എന്റെ ഈശ്വര, അമ്മക്ക് അറിയാഞ്ഞിട്ടല്ല മോനെ നിന്റെ ഈ ദേഷ്യത്തിന്റെ ഒക്കെ പിന്നിലുള്ള കാരണം. പക്ഷേ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അതൊക്കെ പഴയ കാര്യങ്ങളാ. അത് നിന്നെ കുത്തിപ്പൊക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് അവനോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. തിരുത്താ തീറാത്ത ദേഷ്യം മാത്രം. ശരി ശരി, നിന്റെ ദേഷ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നും പറഞ്ഞ് നിന്റെ ജോലി മുടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോനുമേം പോയി റെഡി ഓഫീസിൽ പോയിക്കേ. അമ്മേ, ഞാൻ പറഞ്ഞു ലീവാണെന്ന്. നീ എന്താ അവന് തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചോ? നീ ഇങ്ങനെ ഓഫീസിൽ പോവാതെ വീട്ടിലിരിക്കുമ്പോ അവൻ വിചാരിക്കും അവനെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് നീ വേഗം പോയി റെഡിയായി ഓഫീസിൽ പോവാൻ നോക്ക്. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ പോവാതിരുന്ന അവനത് ആഘോഷിക്കും. അതിനുള്ള അവസരം ഞാൻ അവന് കൊടുക്കില്ല. ഞാൻ പോയി റെഡി ആവാം. അപ്പൊ ഞാൻ പോയാക്കി ടാറ്റ ബൈ ബൈ, സീ യു. ഈ ചെക്കൻ്റെ ഒരു കാര്യം. ഏട്ടാ, ഹാ, ഇതെന്താ ഏട്ടൻ ഇങ്ങനെ കിടക്കുന്നേ? ഇന്നെന്താ ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഇല്ലടാ, ഇന്ന് ഞാൻ ലീവാ. അതെന്ത് പറ്റി? ഇന്നലെ വലിയ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊന്നുമില്ലടാ, എനിക്കെന്തോ ഇന്ന് പോവാൻ തോന്നില്ല. അത് അങ്ങ് ലീവ് എടുത്ത്. അപ്പൊ മീറ്റിംഗ് എന്ത് ചെയ്യും? അതത്ര ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഒന്നും അല്ല മോളെ. നമ്മുടെ കയ്യിലാണല്ലോ പ്ലാൻ ഇരിക്കുന്നേ. അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓ, പക്ഷേ ഏട്ടാ, നമ്മുടെ ഇത്രയും നല്ലൊരു പ്ലാൻ എന്തിനാ വെറുതെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ? ഇത് നമുക്ക് തന്നെ തനിയെ ചെയ്തോടെ? എടി, അത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും ഇതെങ്ങനെയാ മനസ്സിലായിട്ടില്ലേ? ചെറുതായിട്ട്. ശരി ശരി, ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മുടെ ഈ പ്ലാൻ വെച്ച് നമ്മുടെ 2 കമ്പനിയും സ്വന്തം റിസ്ക് ഉപയോഗിച്ച് ഒരു പ്രൊഡക്റ്റ് ഇറക്കും. അത് 6 മാസത്തിൻ്റെ ഉള്ളിൽ ആരാണ് കൂടുതൽ വിറ്റുവയ്ക്കുന്നത് അവരാണ് ഈ കളിയിലെ വിജയി. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ഓ, അപ്പൊ സംഗതി ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. മനസ്സിലായി. പക്ഷെ ഏട്ടൻ പോയില്ലെങ്കിൽ അവർക്ക് ആ പ്ലാൻ ആര് പറഞ്ഞു കൊടുക്കും? ഏട്ടൻ വേണ്ടേ അത് പ്രസന്റ് ചെയ്യാം? യാ, അതിനെ ഞാൻ ആരിനെ ഇട്ടിട്ടുണ്ട്. അവൻ അതൊക്കെ വൃത്തിയായി ചെയ്തോളും. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ എടുക്കണ്ട. ഇപ്പൊ കോളേജിൽ പോവാൻ നോക്ക്. ഹോഹോ, ആരും ചേട്ടൻ പോയിട്ടുണ്ടോ? എന്നാ ഏട്ടനത് വൃത്തിയായി നോക്കിക്കോളും. അപ്പൊ ശരി, ഞാൻ കോളേജിൽ പോയിട്ട് വരാവേ. ബൈ ബൈ. ബൈ. ശരി, നോക്കി പോണം കേട്ടോ. ശരി ഏട്ടാ, അത് ഞാൻ ഏറ്റു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എവിടെ നമ്മുടെ മിസ്റ്റർ ഇഷാൻ വന്നില്ലേ? ഇല്ല സാർ, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അത് ശരി. ഇന്നലെ ഞാനൊരു വെല്ലുവിളി കൊടുത്തപ്പോഴേക്കും പുള്ളിക്കാരൻ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങിയോ? ഇത്രയേ ഉള്ളൂ മിസ്റ്റർ ഇഷാൻ. എക്സ്ക്യൂസ് മീ വിയസ്. ചെറുതായിട്ടൊന്ന് ലേറ്റായി. ഐ എം സോറി. ഇവനോ? അതെ, ഞാൻ തന്നെ. എന്തേ, വല്ല സംശയമുണ്ടോ? അയ്യേ, കേട്ടോ, നാണക്കേടായി. ഏയ്, എനിക്കെന്താ സംശയം? എനിക്കൊരു സംശയമില്ല. നീ എന്താ ഇവിടെ? ഹൈ, അതെന്തൊരു ചോദ്യം രുദ്ര. പിന്നെ ഞാനല്ലാതെ ആരാ ഇങ്ങോട്ട് വരിക? ഈ ദിശാനുമായിട്ടുള്ള മീറ്റിംഗാ. അതിനെന്തിനാ നീ വന്നത്? ഞങ്ങൾക്ക് അവരോടാ സംസാരിക്കാനുള്ളത്, നിന്നോടല്ല. മിസ്റ്റർ രുദ്ര പണ്ട് പറഞ്ഞതൊക്കെ മറന്നു തോന്നുന്നു. അവനും ഞാനും ഒന്നാ. അവൻ വരേണ്ട സ്ഥാനത്ത് ഞാനും വന്നാ മതി. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ശരി,
ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് വൈകി. എന്തായാലും ആര്യം വന്നല്ലോ, നമുക്കിനി മീറ്റിംഗ് തുടങ്ങാം. അപ്പൊ തുടങ്ങിയാലോ സാർ? ആ തുടങ്ങാം. മിസ്റ്റർ ആര്യം പറഞ്ഞോളൂ. ഓക്കെ, നല്ല പ്ലാൻ. അപ്പോൾ ശരി, നമുക്ക് 6 മാസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പിന്നെ ഞാൻ ഇനി നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങുക. അപ്പോൾ ഓക്കെ, ബൈ. എടി ലച്ചു, എന്തായി? എന്റെ കാര്യം നീ എന്റെ ഏട്ടനോട് പറയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ? എന്റെ പൊന്നു റോസേ, അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ആണോ? അപ്പൊ നന്നായിട്ട് കിട്ടിയല്ലേ? പിന്നല്ലാതെ നല്ല ഉപ്പും മുളകും ചേർത്ത് പുള്ളി എനിക്ക് തന്നിട്ടുണ്ട്. ഇനി നിന്റെയോ നിന്റെ ഏട്ടന്റെയോ പേര് പോലും പറയരുതെന്ന് ഓർഡർ. സാരമില്ലടി, നമ്മളിതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതല്ലേ. എല്ലാത്തിനും കാരണം നിന്റെ ഏട്ടന്റെ ആ ഫ്രണ്ട് ആര്യന. അവനാ എല്ലാത്തിനും കാരണം. ഹലോ ഹലോ, ആര്യനേട്ടനൊന്നും പറയണ്ട, അവനൊരു ജെന്റിൽമാനാ. ഓ, അത് നിനക്കല്ലേ? നീ കൂടി ഞാനതൊന്ന് കഴിക്കട്ടെ. ശരി ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ വെല്ലുവിളിയിൽ ആര് ജയിക്കും? അതിനെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നേ. അതില് എന്റെ ഏട്ടനല്ലാതെ പിന്നെ ആരാ ജയിക്കാന്? ഹേ, എന്റെ ഏട്ടന് അതിന് എന്ന് തുടങ്ങി ഹാർഡ് വർക്കാന്നറിയോ? ഇപ്പോഴും അതാലോചിച്ചോണ്ടിരിക്കുക. പാവം. ഇന്നായാലും ഇതില് VS ജയിക്കും. ഓഹോ, VS ആണോ ANS ആണോ ജയിക്കുന്നൊക്കെ നമുക്ക് വയ്യെ കാണാം കേട്ടോ. കാണാം കാണാം. ഞാനത് വെറുതെ അങ്ങോട്ട് പറഞ്ഞതൊന്നുമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ ഏട്ടന് അതിക്രൂരമായ പ്ലാനുകളാ ചെയ്യുന്നേ. ക്രൂരമായ പ്ലാനുകളോ? അതെന്താ അത്രക്ക് ക്രൂരമായ പ്ലാനുകള്? ഇനി നീ ഇതാരോട് പറയാനോ നിൽക്കരുത് കേട്ടോ, നിന്റെ ഏട്ടനോട് പോലും. എന്റെ ഏട്ടൻ ആരോടോ ഇന്നലെ കോൾ ചെയ്തിട്ട് നിന്റെ ഏട്ടൻ എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഇട്ടത് പോലെ എനിക്ക് തോന്നി. സത്യമായിട്ടും. കർത്താവേ, എന്ത്? അയ്യോ സോറിയുടെ, അത് ഞാൻ ശരിക്കും കേട്ടില്ല. പക്ഷേ ആരോടും അങ്ങനെ സംസാരിക്കാതെ കേട്ടു. എടി മത്തങ്ങ തലയെത്തി, നിന്നെ കൊണ്ടൊക്കെ എന്തിനു പറ്റാം? നിനക്കെന്താ അവിടെ ഒളിച്ചിരുന്ന് കേട്ടിടായിരുന്നോ? ഓ പിന്നെ, നിനക്കതങ്ങ് പറഞ്ഞാ മതി. എന്റെ ഏട്ടനെ പുറകിലും കണ്ണുണ്ട്. എടി, എനിക്ക് എന്താ ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? നീ ഇങ്ങനെ പേടിക്കാതിരി പെണ്ണേ. ഞാനിന്ന് രാത്രി പോയിട്ട് ഏട്ടന്റെ മുറിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. അപ്പൊ ഏട്ടന്റെ പ്ലാൻ എന്താണെന്നറിയാൻ ചാൻസ് ഉണ്ട്. പ്ലാൻ എന്താണെന്നറിഞ്ഞാ പിന്നെ നമ്മുടെ കാര്യം സിമ്പിൾ ആവുമല്ലോ. ശരി, നീ ഇന്ന് പോയിട്ട് തന്നെ അതൊക്കെ ഒന്ന് അന്വേഷിക്ക്. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം കേട്ടോ, മറക്കരുത്. ഇല്ല ഇല്ല, മറക്കില്ല, ഞാൻ പറയാം. നീ ധൈര്യമായിട്ടിരിക്കും. ഓ കോപ്പ്, ബെല്ലും അടിച്ചോ? എന്നാ നമുക്ക് ക്ലാസ്സിൽ പോയാലോ? ശരി, പോവാ. ഹേ ഷിക്കുട്ടാ, സർപ്രൈസ്! ഒന്ന് പോടാ, ഞാൻ തന്നെ വിളിച്ചു വരുത്തി സർപ്രൈസ് ഒന്നു. നീ വാ, കേറിയിരിക്ക്. ആഹാ, അതല്ലേ അതിന്റെ രസം. അല്ല, ലച്ചുമോൾ എവിടെ? അവൾക്ക് ഇന്ന് കോളേജ് ഇല്ലടാ, അവൾ കോളേജിൽ പോയി. അല്ല, മീറ്റിംഗ് ഒക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? പിന്നല്ലാതെ ഇതിനൊക്കെ ആരെങ്കിലും മീറ്റിംഗിന്ന് വിളിക്കോ? ഇതിനൊക്കെ ശരിക്കും നിനക്കെന്നാ പോവാ ഇഷാനെ? ഇല്ലടാ, ഞാൻ പോയാൽ ശരിയാവില്ല. അതാ ഞാൻ നിന്നെ തന്നെ വിട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ നിന്നെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു, നീ വരാത്തതുകൊണ്ട്. അതെ, ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതാ. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെന്ന് നീ കേട്ടോ? ഇല്ലടാ, അത് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. എന്തായാലും എന്നെ കണ്ടാകെ ഷോക്കായിട്ടുണ്ട് രണ്ടുപേരും. ശരി, അതൊക്കെ ഇട്. ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് അവന് ഇത്രയും ദേഷ്യം ഉണ്ടായിട്ടും എന്തിനാ നീ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവൻ്റെ ഓഫീസിൽ തന്നെ പോയേ? അത് വേറൊന്നുമല്ലടാ, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് അച്ഛനുള്ള ഒരേ ഒരു ആഗ്രഹമായിരുന്നു ANSഉം VSഉം തമ്മിലുള്ള ഒരു കൊളാബ്. അച്ഛൻ മരിച്ചെങ്കിലും അതെനിക്ക് നടത്തി കൊടുക്കണമെന്ന് തോന്നി. അതാ ഞാൻ അവൻ്റെ ഓഫീസിൽ തന്നെ ചെന്നത്. അതെന്തായാലും നന്നായി. എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരുകയാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതൊരിക്കലും തീരില്ല ആര്യ. ശരി, തീരണ്ടെങ്കിൽ തീരണ്ട. എന്തായാലും നിന്റെ കൂടെ ഞാനുണ്ടല്ലോ, അതുപോലെ. നീ ഇരിക്ക്, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട,
നിന്റെ കോളും കേട്ട് ഞാൻ എൻ്റെ ഓഫീസിലെ മീറ്റിംഗ് ഒഴിവാക്കിയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ എൻ്റെ പൊന്നാര സ്റ്റാഫ് ആ മീറ്റിംഗ് ഒക്കെ കുളമാക്കി എൻ്റെ ഈ ഉള്ളം കയ്യിൽ വെച്ച് തരും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോട്ടെ. ബൈ. ആണോ? എന്നാ ശരി, നീ വേഗം പൊക്കോ. ശരിടാ, ബൈ ബൈ. എടാ, നീ ഇതെന്തൊന്നും മിണ്ടാത്തേ? ആര്? അവനിപ്പോ ഈശാന്റെ കൂടെയുണ്ട്. പിന്നെ ഉണ്ടാവാതെ ഞാനിപ്പോ നിന്റെ കൂടെ ഇല്ലേ? അതേപോലെ ഈശാന്റെ കൂടെ ഇപ്പൊ ആര്യനുണ്ട്. അതിനിപ്പോ എന്താ? നീ എന്താ വരുണോ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നേ? രുദ്ര, എനിക്കറിയാം. പക്ഷെ നീ കണ്ടതൊക്കെ സത്യമാണെന്നുണ്ടോ? ഞാൻ എൻ്റെ 2 കൊണ്ടുകൊണ്ട് കണ്ടതാ വരുൺ പറയുന്നേ, അല്ലാതെ ഓരോരുത്തർ പറയുന്നത് കേട്ട് പറയുന്നതല്ല. ശരിയായിരിക്കാം, നീ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ കാണുന്നതെല്ലാം സത്യമാണെന്നില്ല രുദ്ര. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം വരും. ശരി, ഞാൻ പുറത്തുണ്ടാവും. നീ ഇപ്പോൾ നന്നായിട്ടില്ല ഷാം. ഇനി നീ നന്നാവില്ലെന്ന് നീ തന്നെ കാട്ടി തന്നു. ഇത് നിനക്ക് നല്ലതല്ല ഷാം, നല്ലതല്ല.